തോരാ കണ്ണീരും തീരാവേദനയും ഒക്കെ ബാക്കിയാക്കിയ കളർകോട് അപകടത്തിൻ്റെ തുടർ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ആലപ്പുഴ കളർകോട് അപകടത്തിൽ ചികിത്സയിലുള്ള 5 മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അപകടത്തിൽ മരിച്ച ആലപ്പുഴ ആയുഷ് ഷാജിയുടെയും കോട്ടയം സ്വദേശി ദേവാനന്ദിന്റെയും സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. KSRTC ജീവനക്കാരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, 2 പേർ, ഇന്നലെ 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ആയുഷ് ഷാജിയുടെയും ദേവാനന്ദിന്റെയും സംസ്കാര നടപടികൾ എപ്പോഴാണ് നടക്കുന്നത്? അപ്പം 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നറിയുമ്പോൾ എന്താണ് ഇപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ? വേഗത്തിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതെല്ലാം തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്? ബാക്കിയുള്ള ആ കാറിൽ 6 പേർ കൂടി ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഷൈജു? സൈഫുദ്ദീൻ, ഈ കാറിലുണ്ടായിരുന്ന 6 പേരുടെ കാര്യത്തെക്കുറിച്ചാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടതും. അക്കാര്യത്തിലാണ് ചില കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതും. അക്കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിൽ 6 പേർ, 11 പേരിൽ 5 പേർ മരണപ്പെട്ടു, മറ്റ് 6 പേർ, അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു നേരിയ പരിക്ക് പോലും അദ്ദേഹത്തിനില്ല. ആ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിന് മാനസികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുവരെയും കാര്യമായി സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രോമയിൽ കേരളപ്പെടുത്തി അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. മറ്റ് 5 പേരാണ്. 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതിൽ ഒരാൾ എടത്വ സ്വദേശിയുടെ നില അതീവ ഗുരുതരമാണ്. ഈ 3 ആളുകളും വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഒരാൾക്ക് മസ്തിഷ്കത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട്. മറ്റൊരാൾ ന്യൂറോ സർജറിക്ക് വിധേയമായിട്ടുണ്ട്. ഇവരെ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് 10 വകുപ്പ് മേധാവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് നൽകുന്ന വിവരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ചികിത്സ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് വിധേനയും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ആരോഗ്യപരമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണം, അത്തരം ഒരു കോർഡിനേഷനാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. എല്ലാ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കിക്കൊണ്ടാണ് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഇനി 2 പേരുടെ മൃതദേഹം കൂടി സംസ്കരിക്കാനുണ്ട്. അതിൽ കോട്ടയത്ത് ഉള്ള വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്കരിക്കുക. 2 മണിയോടുകൂടി പാലയിലുള്ള വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുക. ആലപ്പുഴ സ്വദേശിയായ ആയുഷ് ഷാജിയുടെ മൃതദേഹം രാവിലെ 10:30 കുട്ടനാട് കാവാലത്തുള്ള വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുക. അതോടുകൂടി 5 പേരുടെയും സംസ്കാരം പൂർത്തിയാകും. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നടക്കുന്നത് ഈ കാർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഈ കാറിന്റെ കാലപ്പഴക്കമാണ് ഏറ്റവും പ്രധാനമായി ഈ മോട്ടോർ വാഹന വകുപ്പ് കാണുന്നത്. ആ കാലപ്പഴക്കമുള്ള ആയതുകൊണ്ട് തന്നെ അതിന് എയർ ബാഗ് അടക്കമുള്ളതില്ലായിരുന്നു. അതുകൊണ്ട് ഇത് എന്തിനുപയോഗിച്ചു? അത് റെന്റേ കാറായി ഉപയോഗിച്ചുവെങ്കിൽ റെന്റേ കാർ ലൈസൻസ് എടുത്തിട്ടുണ്ടോ, മറ്റു പെർമിറ്റുകൾ ഉണ്ടോ എന്നത് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ വാഹന ഉടമയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. താൻ റെന്റ് കൊടുക്കുന്ന ആളല്ല എന്ന് അദ്ദേഹം ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹം മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് വകുപ്പ്, അതായത് മോട്ടോർ വാഹന വകുപ്പ് ഒരു നിലയ്ക്കും വിശ്വാസത്തിലെടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എൻഫോഴ്സ്മെന്റ് RTO ഇന്ന് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. ആ അനുസരിച്ചുള്ള നീക്കമാണ് ഇന്ന് നടക്കുക. ഈ വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് 6 മാസം മുമ്പാണ് ലൈസൻസ് ലഭിച്ചത്. അതുകൊണ്ട് ലൈസൻസ് ലഭിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന പരിചയക്കുറവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കണക്കിലെടുത്ത് പരിശോധനകൾക്ക് ശേഷം ലൈസൻസ് റദ്ദ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പരിശോധന ശേഷമായിരിക്കും ചെയ്യുക. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, മറ്റു കിട്ടിയ രേഖകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്രൈവർ, വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥി അപകടം പറ്റിയപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുക. ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കാരണം ബസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അലക്ഷ്യമായി വണ്ടി ഓടിച്ചതായോ ഓവർ സ്പീഡ് ഉള്ളതായോ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. പക്ഷേ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ 2 പേർക്കുമെതിരെ കേസെടുക്കുന്നതിന്റെ ഭാഗമായി സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തിരിക്കുന്ന ഒരു അന്വേഷണം മുന്നോട്ട് നീങ്ങുന്ന അനുസരിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കും എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ കേസ് അന്വേഷണവും ഒരു വഴിക്ക് നീങ്ങുന്നതിനെ 5 വിദ്യാർത്ഥികളുടെ ദാരുണ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൽ അന്വേഷണം ഒരു വഴിക്കും അവരുടെ ചികിത്സ മറ്റൊരു വഴിക്കും സംസ്കാരങ്ങൾ ഇന്ന് പൂർത്തിയാകുകയും ചെയ്യും. സൈഫുദ്ദീൻ.